മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നാരോപിച്ച് തൃശൂർ കോർപ്പറേഷനിൽ കുളവാഴയുമായി പ്രതിഷേധം. കോർപ്പറേഷൻ മേയറുടെ വാഹനത്തിന് മുകളിൽ കുളവാഴയിട്ടായിരുന്നു പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷന് മുന്നിലെ കാഴ്ചയാണ് കാണുന്നത്. കോർപ്പറേഷൻ മേയറുടെ വാഹനത്തിന് മുകളിൽ കുളവാഴ നിക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിനാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും മറ്റു ബുദ്ധിമുട്ടുകളും നടക്കുന്നു എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ നീങ്ങിയത്? അതായത് മേയർ കൗൺസിലില് വാഗ്ദാനം ചെയ്തത് ഏപ്രിൽ 15 മുമ്പ് തൃശൂർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട തോടുകൾ ക്ലീൻ ചെയ്ത് പൂർത്തീകരിക്കുമെന്നാണ്. തുടർന്ന് ജില്ലാ കളക്ടറേറ്റ് വിളിച്ച യോഗത്തിലെ ജനപ്രതിനിധികളെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മേയർ പറഞ്ഞത് ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കുമെന്നാണ്. ഇന്ന് മെയ് 26 ഈ നിൽക്കുന്ന കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ തോട് ക്ലീൻ ആരംഭിച്ചിട്ട് പോലുമില്ല. ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിൽ കയറാൻ നിൽക്കുന്നു. ഈ മനുഷ്യൻ ഈ കാറിൽ AC കാറിൽ എത്ര പ്രാവശ്യങ്ങൾ പറഞ്ഞു. മേയർ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു, സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു. എന്തുകൊണ്ട് ക്ലീനിങ് ആരംഭിക്കുന്നില്ല? മറുപടിയില്ല. എന്തുകൊണ്ട് ഇത്ര മഴ വരും നമുക്കറിയാം, മഴക്കാലം വരുമ്പോൾ നമുക്കറിയാം, വർഷക്കാലം വരുമ്പോൾ നമുക്കറിയാം. എത്ര ഒരു പ്രവർത്തികൾ പോലും 3 കോടി രൂപയ്ക്കാണ് തൃശൂർ കോർപ്പറേഷനിലെ തോടുകൾ ക്ലീൻ ചെയ്യുന്നത്. ഒരു പ്രവർത്തിക്ക് പോലും അംഗീകാരം ലഭിച്ചിട്ടില്ല. ഒരു പ്രവർത്തിക്ക് പോലും DPC അംഗീകാരമില്ല. ഒരു പ്രവർത്തി പോലും ന്യായമായ ടെൻഡർ വിളിച്ചിട്ടില്ല. വർക്ക് ഓർഡർ കൊടുത്തിട്ടില്ല. എഗ്രിമെന്റ് വെച്ചിട്ടില്ല. എന്താണ് മേയറോട് ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? വീടുകളുടെ അവസ്ഥ മോശമാണോ? വളരെ മോശമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഡിവിഷനിൽ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ അനുഭവത്തിൽ നിന്ന് ഇവർ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഈ തോട് വൃത്തിയാക്കൽ ഉൾപ്പെടുന്ന നടപടികൾ ഇവർ ആരംഭിച്ചതിനെ. കൗൺസിലിൽ ഉൾപ്പെടെ അകത്തും പുറത്തും ഞങ്ങൾ നിരവധി തവണ മേയറോടും ഇവിടെ ഭരിക്കുന്ന CPM-ന്റെ നേതാക്കളോടും പറഞ്ഞാണ്. പക്ഷേ അവർ ഈ വർക്ക് ആരംഭിക്കാതെ ഞങ്ങളെയും ജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അടുത്തൊരു നടപടി? 2018-ലും 19-ലും അതിശക്തമായ പ്രളയം കണ്ടവരാ നമ്മള്. അത് കണ്ടിട്ട് അതിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ ഇവരിനി എന്ന് പഠിക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഒരു ഡിവിഷന്റെയും വലിയ തോടുകൾ തൊട്ടിട്ടില്ല. ചെറു കാനകൾ മാത്രം ഒന്ന് മാന്തിപ്പോയതുകൊണ്ട് കാര്യമില്ല. പല ഡിവിഷനുകളിലും ഇപ്പോഴും തോടുകൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഈ ജനങ്ങളെ 2 ദിവസം കൂടി മഴ ഇങ്ങനെ നിന്നാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നിരവധി തവണ ഞങ്ങൾ കൗൺസിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടികൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറയുമ്പോഴും ഒന്നും നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നടരാജ് മിശ്ര, മീഡിയ 1.